നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് റോൾ ഓഫ് ദി ജെക്സ്റ്റാഗ്ലോമെറുലാർ അപ്പാരറ്റസ്. റോൾ ഓഫ് ജെക്സ്റ്റാഗ്ലോമെറുലാർ അപ്പാരറ്റസ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ജെക്സ്റ്റാഗ്ലോമെറുലാർ അപ്പാരറ്റസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്തെങ്കിലും വിധത്തിലുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷനോ പിന്നെ പ്രഷർ ഡിഫറൻസോ ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ്. സൊല്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിൻ്റെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് ഈ ജെക്സ്റ്റാഗ്ലോമെറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, so one of the important function role of juxtaglomerular apparatus is it is to monitor the amount and composition of urine in the nephron and blood in the afferent arteriole. Okay, so urine which is present in the nephron and blood present in the afferent arteriole. അപ്പോൾ ബ്ലഡിനെയും മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂറിനെയും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എനി ചേഞ്ച്, any concentrational difference, what will happen? Renin secretion may be modified accordingly. Okay, so juxtaglomerular cells contain renin. So renin has an active role. Okay, juxtaglomerular cells contain renin. Juxtaglomerular cells secrete a substance called renin. Renin എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഡിഫറൻസ് വ്യത്യാസം വരുമ്പോൾ, പ്രഷർ ഡിഫറൻസ് വ്യത്യാസം വരുന്ന സമയത്ത് സെക്രീറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, റെനിൻ എന്ന് പറയും. റെനിൻ എന്ത് ചെയ്യും? റെനിൻ ആക്ട് ആസ് എൻ എൻസൈം ഓൺ ആൻജിയോടെൻസിനോജൻ. ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിൽ ഈ റെനിൻ ഒരു എൻസൈം ആയിട്ട് ആക്ട് ചെയ്യും. Angiotensinogen is an inactive substance. Angiotensinogen is an inactive substance which is produced by the liver and present in the plasma. Angiotensinogen is an inactive substance which is produced by the liver. After production, it enter into the blood. It present in the plasma. So it acts an enzyme on angiotensinogen. Angiotensinogen is an active enzyme. And this renin, which is secreted from the juxtaglomerular cell, act on angiotensinogen and converts this angiotensinogen into angiotensin 1. Converts angiotensinogen into angiotensin 1. Okay. Then angiotensin 1 is converted into angiotensin 2. ആൻജിയോടെൻസിനോസിനെ ഒന്ന് ആൻജിയോടെൻസിൻ 1 ആക്കി കൺവേർട്ട് ചെയ്ത് കിട്ടിയാൽ മതി, പിന്നെ പ്രശ്നമില്ല. ആൻജിയോടെൻസിൻ 1 ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ആൻജിയോടെൻസിൻ 1ന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ് ഉള്ളതാണ്. ആൻജിയോടെൻസിൻ 2 നമ്മൾ പറയുന്ന ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറുന്നു. ആൻജിയോടെൻസിൻ 2 പ്രൊമോട്ട് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ആൽഡോസ്റ്റിറോൺ. ആൻജിയോടെൻസിൻ 2 പ്രൊമോട്ട്സ് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ആൽഡോസ്റ്റിറോൺ. ഓക്കെ, ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസലിനെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു ആൻഡ് ആൽഡോസ്റ്റിറോണിനെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് റിലീസ് ഓഫ് ആൽഡോസ്റ്റിറോൺ? ദേ ഹാവ് സം എഫക്റ്റ് ഓൺ ദി ബ്ലഡ് വെസൽ. ദ ഓവറോൾ എഫക്റ്റ് ഈസ് increased blood volume and blood pressure. They help to increase the blood pressure and blood volume. If we constrict a blood vessel. If we constrict a blood vessel, what will happen? The blood pressure increases. Okay, blood vessel ne pidiച്ച് കൺസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇഫ് ദി ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ഈസ് റിലീസ്ഡ്, ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്താ? അത് ഇറ്റ് ഹെൽപ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് sodium along with water. Okay,
സോഡിയം വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യും, ബ്ലഡ് വെസലിലേക്ക് വീണ്ടും വരും. നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ സോഡിയം വാട്ടറൊക്കെ ബ്ലഡ് വെസലിലേക്ക് വരുമ്പോൾ ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് vasoconstriction and release of aldosterone, what is the overall effect? Overall effect is increased blood volume and blood pressure. Okay, so this is the primary role, most important role of juxtaglomerular apparatus. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ആക്ച്വലി ഇപ്പോഴല്ല, ഹയർ ക്ലാസ്സിൽ MSc പോയി കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതൊരു സെൻറ്റൻസിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാരഗ്രാഫിലോ അവസാനിപ്പിക്കാനുള്ളതല്ല ഈ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിൻ്റെ റെനിൻ്റെ ഒക്കെ ഫംഗ്ഷൻ. ഇത് ഗ്രാഫൊക്കെ വരച്ച് കൃത്യമായി അളപ്പെടുത്തി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളതാണ്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ഹിയർ? ഇറ്റ് മോണിറ്റർ ദി എമൗണ്ട് ആൻഡ് കമ്പോസിഷൻ ഓഫ് യൂറിൻ ഇൻ ദ നെഫ്രോൺ ആൻഡ് ബ്ലഡ് ഇൻ അഫറൻറ്റ് ആർട്ടീരിയോൾ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇഫ് ബ്ലഡ് വോളിയം ആൻഡ് ബ്ലഡ് പ്രഷർ ഡിക്രീസസ്, ബ്ലഡ് വോളിയം കുറഞ്ഞു, ബ്ലഡ് പ്രഷർ കുറഞ്ഞു, ഉടനടി അതിനെ മോണിറ്റർ ചെയ്തു. ഇറ്റ് ആക്ട് ആസ് എ മെക്കാനോ റിസെപ്റ്റർ. ഓക്കെ, ജക്സ്റ്റാഗ്ലോമറുലാർ സെൽ ആക്ട് ആസ് എ മെക്കാനോ റിസെപ്റ്റർ. ഇറ്റ് ഐഡൻറ്റിഫൈഡ് ദ പ്രഷർ ഡിഫറൻസ്, ഡിക്രീസ് ഇൻ പ്രഷർ. ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിക്കും? ജക്സ്റ്റാഗ്ലോമറുലാർ സെൽ സെക്രീറ്റ് enzyme called renin. Renin is secreted. Renin acts as an enzyme which converts angiotensinogen, inactive angiotensinogen, to angiotensin 1. Angiotensin 1 ആയിട്ട് മാറുന്നു. Angiotensin 1 itself converted to angiotensin 2. Angiotensin 2 ആയിട്ട് മാറുന്നു. Angiotensin 2ൻ്റെ റോൾ എന്താ? It is a vasoconstrictor, powerful vasoconstrictor. It promotes vasoconstriction and release of aldosterone. And aldosterone is adrenal cortex is released. Aldosterone is released. The overall effect is increased blood volume and blood pressure. Okay. In kidney physiology, functions of kidney. Kidney physiology നമ്മൾ പഠിക്കുന്നത് functions of kidney. What are the important functions of kidney? The first function of kidney is regulation of water and inorganic ion balance. Regulation of water and inorganic ion balance. So, through some important reaction, our kidney can regulate the amount of water present in our blood and the balance of inorganic ion can also be maintained by the kidney. Okay, so one important function is regulation of water and inorganic ionic balance. The second important function of kidney is removal of metabolic waste products from the blood and their elimination through urine. Removal of metabolic waste products from the blood and their elimination through urine. എന്തെങ്കിലും മെറ്റാബോളിക് വേസ്റ്റ്, സാധാരണ നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിക് വേസ്റ്റ് ഉണ്ടാവുമോ? മെറ്റാബോളിക് വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമോ? സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മെറ്റാബോളിക് റിയാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട്, ന്യൂട്രിയൻസ് കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഫുഡ് നമ്മുടെ ഫുഡ് പൈപ്പിലൂടെ പോയി ഫൈനലി അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് മൈക്രോവില്ലയിൽ വെച്ചിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. വേസ്റ്റ് മെറ്റീരിയൽ പോവും, അതിലല്ല മെറ്റാബോളിക് റിയാക്ഷൻ നടക്കുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ അബ്സോർബ് ചെയ്യാതെ റെക്റ്റം വഴി പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് ത്രൂ ദ റെസ്പിറേറ്ററി സിസ്റ്റം oxygen is also reaches in the blood and oxygen combined with this nutrients and some metabolic reaction take place and energy is produced in the form of ATP. Okay, and along with that metabolic waste materials are also generated. Metabolic waste products are also generated in the cell. That metabolic waste products must be removed from our body. Okay, metabolic waste product must be removed. So
That is the function of one of the important function of kidney: removal of metabolic waste product from the blood and their elimination through urine. യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനൊക്കെ പോലെയുള്ള ആ വേസ്റ്റ് മെറ്റീരിയൽ, ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയലിനെ യൂറിൻ വഴിയായി എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് കിഡ്നിയുടെ. മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഫോറിൻ ഓർ ടോക്സിക് സബ്സ്റ്റൻസസ് ഫ്രം ദ ബ്ലഡ് ആൻഡ് ദെയർ എലിമിനേഷൻ ത്രൂ യൂറിൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ കഴിക്കുന്നപ്പോൾ നമ്മുടെ വിചാരം എന്താ, നമ്മൾ കഴിക്കുന്നതൊക്കെ നല്ല ഫുഡാണ്. ഇപ്പം നമുക്ക് ആ വിചാരമില്ല, പക്ഷേ നമ്മൾ കഴിക്കുന്നത് ഫുഡ് നല്ലത് എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാതെ വെറുതെ പുറത്തേക്ക് പോകുന്ന കുറേ ഭാഗം ഉണ്ടാവും. പിന്നെ ന്യൂട്രിയൻസ് ഉണ്ടാവും. ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് മെറ്റാബോളിക് റിയാക്ഷൻ നടന്ന് മെറ്റാബോളിക് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കിഡ്നിയെ റിമൂവ് ചെയ്യും. ഇത് കൂടാതെ മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ടാവും. അവരാണ് ആരാ? ഫോറിൻ ഓർ ടോക്സിക് സബ്സ്റ്റൻസ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എങ്ങാനും ടോക്സിക് ആയിട്ടുള്ള ചെറിയ അളവ്, ഇപ്പോൾ കഴിക്കുന്ന പച്ചക്കറിയിലും എല്ലാ സാധനങ്ങളിലും ടോക്സിസിറ്റി ഉള്ള, ചെറിയ അളവിൽ ടോക്സിസിറ്റി ഉള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, സോ ആ ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നുണ്ട്. ഫോറിൻ സബ്സ്റ്റൻസസ്, ആവശ്യമില്ലാത്ത, നമ്മുടെ ബോഡിക്ക് അത്ര അത്യാവശ്യമൊന്നും ഇല്ലാത്തതും നമ്മൾ ചിലപ്പോൾ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ വരും. ഓക്കെ, ബ്ലഡിലൂടെ വരും. അപ്പോൾ അവരെ പിടിച്ച് പുറത്താക്കണം. നമ്മുടെ ബോഡിയിൽ എങ്ങനെയോ കയറിപ്പറ്റി, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ കയറിപ്പറ്റി. ഓക്കെ, അതിന് വെള്ളത്തിലൂടെ കയറി പറ്റാം. നമുക്ക് അതിനെങ്ങനെയെങ്കിലും പുറത്ത് കളഞ്ഞേ പറ്റൂ. അവിടെ പുറത്ത് കളയാനുള്ള മെക്കാനിസം ആര് തന്നെയാണ്? ഒരുപാട് പണിയെടുക്കുന്ന ആളാണ് കിഡ്നി. ഓക്കെ, സോ റിമൂവൽ ഓഫ് ഫോറിൻ ഓർ ടോക്സിക് സബ്സ്റ്റൻസസ് ഫ്രം ദി ബ്ലഡ് ആൻഡ് ദെയർ എലിമിനേഷൻ ത്രൂ യൂറിൻ. യൂറിൻ വഴിയായിട്ട് തന്നെ ഈ ടോക്സിക് സബ്സ്റ്റൻസിനെ, ഫോറിൻ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്ത് കളയണം. ഇതും കിഡ്നിയുടെ ഫങ്ഷനാണ്. ഇനി എൻഡോക്രൈൻ ഫങ്ഷൻ ബൈ സെക്രീറ്റിൻ. കിഡ്നി ഓൾസോ ഹാസ് സം എൻഡോക്രൈൻ ഫങ്ഷൻ by secreting renin, okay, which controls formation of angiotensin that in turn regulates arterial blood pressure. Which controls formation of angiotensin that in turn regulate arterial blood pressure. നമ്മൾ നേരത്തെ കണ്ടതാണ് ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിൻ 2. എന്നിട്ട് അവിടെ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ആൽഡോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വിച്ച് കൺട്രോൾ എറിത്രോസൈറ്റ് പ്രൊഡക്ഷൻ. എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ വിച്ച് കൺട്രോൾ എറിത്രോസൈറ്റ് പ്രൊഡക്ഷൻ. ഇത്രയുമാണ് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് നോർമലായിട്ടുള്ള വാട്ടർ ഇനോർഗാനിക് അയോൺ ബാലൻസ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷനൊക്കെ, മെറ്റാബോളിക് ആക്ടിവിറ്റി, നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് കഴിച്ചിട്ടുണ്ടാകുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടന്നുണ്ടാകുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്യാണ്. മൂന്നാമത് പറയുന്നത് എന്താ? മെറ്റാബോളിക് ഒന്നുമല്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസിനൊക്കെ റിമൂവ് ചെയ്ത് കളയലും ഇവരുടെ ജോലിയാണ്. നാലാമത്തെ ഒരു ഫംഗ്ഷൻ, ഇത് സെപ്പറേറ്റ് വേറൊരു ഫംഗ്ഷൻ എന്താ? എൻഡോക്രൈൻ ഫംഗ്ഷനുണ്ട്. റെനിനും എറിത്രോപോയിറ്റിനൊക്കെ സെക്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ കൂടി ഈ കിഡ്നിക്ക് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഫങ്ഷൻസ്. സോ ദ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് കിഡ്നി ഈസ് ടു പ്രൊഡ്യൂസ് യൂറിൻ. ഓക്കെ, പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് കിഡ്നി ഈസ് ടു പ്രൊഡ്യൂസ് യൂറിൻ. ഈ പറഞ്ഞതൊക്കെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? കാരണം ഫോറിൻ സബ്സ്റ്റൻസ് വരുന്നത് യൂറിനിലേക്കാണ്. അതുപോലെ തന്നെ മെറ്റാബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് വരുന്നതും യൂറിനിലേക്കാണ്. ഈ അയോണിക് വാട്ടർ ബാലൻസ് നടക്കുന്നത് യൂറിനുമായി റിലേറ്റഡ് ആണ്. അയോണിക് വാട്ടർ ബാലൻസ് നടക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പലായിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് കിഡ്നി ഈസ് ടു പ്രൊഡ്യൂസ് യൂറിൻ. യൂറിൻ പ്രൊഡക്ഷനാണ് കിഡ്നിയുടെ മേജറായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് filtering the blood and removing the waste products. Filtering the blood and removing the waste products. Regulating its solute and water balance. Regulating its solute and water balance. That is the major process. Urine formation le major process എന്ന് പറയുന്നത് filtering the blood and removing the waste product. Regulating its solute and water balance.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ എടുത്തത് എന്തായിരുന്നു, എക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസിൻ്റെ ഫങ്ഷനും അത് കഴിഞ്ഞാൽ കിഡ്നിയുടെ ഫങ്ഷൻ, ടോട്ടലായിട്ടുള്ള കിഡ്നിയുടെ ഫങ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പോലുള്ള കുറച്ചും കൂടിയും ഒരു എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.